മക്കളെ പിങ്കി, അച്ഛൻ്റെ ഈ കഴുത്തിൻ്റെ അവിടെ ആ കുശ ഒന്ന് പൊക്കി വെച്ചാടെ. റിങ്കി മോളെ പിടിച്ചോ. അയ്യോ കഴുത്തില് കുറച്ചുകൂടി താത്തുവേ. അതെ അച്ഛാ, സംവിധാനത്തിൽ ചില പാകപ്പിഴ എനിക്ക് പറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും നമുക്ക് ഡാൻസ് കളിക്കണ്ടല്ലോ, അതായിരുന്നല്ലോ വേണ്ടേ. ഹലോ, എന്താ ചെവി പറയണേ? അല്ല, വെള്ളം വേണോന്ന് ചോദിക്കായിരുന്നു. വേണ്ട. അതാ വീണ വീഴ്ചയില്ലേ തല തറയിൽ ഇടിച്ചതാ, ഇത്രയും വലിയ പരിക്ക് വന്നു. ഭാഗ്യത്തിന് വേറൊന്നും പറ്റിയില്ലല്ലോ. ഓ, ഇതിൽ കൂടുതൽ നീ എന്നാ സംഭവിക്കാനാ? അമ്മ, അച്ഛനെ എണ്ണയിൽ ചവിട്ടിയിട്ടാണല്ലോ നിലത്ത് വീണത്. എന്റെ ബലമായിട്ടുള്ള സംശയം ആ എണ്ണ അവിടെ മുറ്റത്ത് വീഴാൻ എന്തായാലും ആരെങ്കിലും കൊണ്ട് ഒഴിച്ചതായിരിക്കും. പക്ഷെ അച്ഛന് വേണ്ടിയിട്ടുള്ള പണിയല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ടുള്ള പണിയാണ്. പിങ്കി, സത്യം പറ, ആ എണ്ണ എങ്ങനെയാ അവിടെ വീണ? എണ്ണ വീണത്, ഞാൻ ഈ എണ്ണക്കുപ്പി എടുത്തോണ്ട് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അങ്ങനെ ഞാൻ സിറ്റൗട്ടിന്റെ ആ ഭാഗത്ത് എത്തിയപ്പം എണ്ണക്കുപ്പി അറിയാതെ എന്റെ കയ്യിൽ നിന്ന് തറയിൽ പോയി. തറ വീണ അത് പൊട്ടി. അങ്ങനെ കുറച്ച് എണ്ണ അതിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, തോർത്തെടുക്കാൻ വേണ്ടി പോയപ്പോ പാമ്പിനെ കണ്ടു. അങ്ങനെ ഞാൻ പാമ്പ് 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 എന്ന് വിളിച്ചു. പ്ലാസ്റ്റിക് കുപ്പി പൊട്ടി നിലത്ത്. പ്ലാസ്റ്റിക് കുപ്പി പൊട്ടാൻ പാടില്ല എന്ന് അതിനകത്ത് എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ആ പാമ്പ് എവിടെ പോയി പിങ്കി? പാമ്പ് അങ്ങ് പോയി കാണും. എന്റെ അച്ഛനെക്കാട്ടി വലുതൊന്നുമല്ല പാമ്പ് എനിക്ക്, അതുകൊണ്ട് ഞാൻ അറിഞ്ഞൂടാ. എന്നാലും ഞങ്ങള് സംഭാവന മേടിക്കാൻ വന്നപ്പോ തന്നെ രവിച്ചേട്ടൻ വീണല്ലോ. ഇതിപ്പം നിങ്ങൾ പറഞ്ഞായിട്ട് ഞാൻ മനഃപൂർവ്വം വീണ് എൻ്റെ കൈയും കാലും ഓടിച്ച് നടുവൊക്കെ പരിക്കാക്കിയെന്നാണല്ലോ. തലയുമേ അല്ല, ഞാൻ ആലോചിച്ചതേ ഈ വർഷത്തെ വാർഷികം ഗോവിന്ദ ആയല്ലോ എന്നാണ്. എന്തൊക്കെ പ്ലാൻ ആയിരുന്നു. അങ്ങനെ തറപ്പിച്ച് പറയാതെ ചേച്ചി, പറല്ലേ ചേച്ചി. അതെ, അതൊന്നും കാര്യാക്കാനില്ല. നമ്മുടെ ആശയുടെ ഭർത്താവില്ലേ, ആശയുടെ ഭർത്താവ് കഴിഞ്ഞ വാർഷികത്തിലല്ലേ ആക്സിഡന്റ് ആയത്, ബൈക്ക് ആക്സിഡന്റ് ആയത്. എന്നിട്ട് കാലൊടിഞ്ഞിട്ട് അവൻ വന്നു നല്ല സുന്ദരമായിട്ട് ഡാൻസ് ചെയ്തില്ലേ. അത്രയൊക്കെ ഉള്ളൂ. അത് പിന്നെ ഒരു കാര്യമുണ്ട്, രാശയുടെ ഭർത്താവാണെങ്കിൽ ഉരുക്കിന്റെ ശരീരം ലാഭനൊന്നും പറ്റിയൊന്നുമില്ല. അതില്ലെങ്കിൽ പിന്നെ ഈ ആക്സിഡന്റ് പറ്റിയ കാലും വെച്ചോണ്ട് എങ്ങനെ ഡാൻസ് കളിക്കും? അതുപോലെയാണ് രവിച്ചേട്ടൻ. 10, 50, 60 വയസ്സായില്ലേ. രവിച്ചേട്ടൻ നല്ല ഒരു കൊലയിലിരിക്കുന്നു. മക്കളെ എങ്കിൽ മോളെ അച്ഛനെ ഒന്ന് എഴുന്നേപ്പിക്ക്. പിടിച്ചോ. തലയൊക്കെ ഞാൻ എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാം. കേട്ടോ, ഞാനേ ഒരു സമാധാന പ്രിയനാണ് എന്ന് കരുതി എല്ലാരും കൂടെ ഈ മരിക്കാൻ കിടക്കുന്നവന്റെ നെഞ്ചത്ത് കയറി കാണേണ്ട വാടിയുണ്ടല്ലോ, എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഇറങ്ങിക്കൂടെ ഇപ്പൊ രണ്ടെണ്ണം സംഭാവനയായിട്ട് വന്നിരിക്കും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.